നാച്ചുറലി ചിലർക്ക് പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവുമോ? പെർമനന്റ് ടൂത്ത് പുറത്ത് വന്നിട്ട് അന്ന് മുതലേ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ജനറ്റിക്കൽ ആകാം, ഓക്കെ, അല്ലെങ്കിൽ ജോ സൈസ് ഡിസ്ക്രിപ്പൻസി അങ്ങനെ വല്ലതും ആകാം. പക്ഷേ കുറെ നാള് നല്ല കോണ്ടാക്റ്റിൽ ഇരുന്ന പല്ലായിരുന്നു, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഗ്യാപ്പ് വന്നു. അത് നോർമൽ അല്ല. അത് ചിലപ്പം ഹെവി ബൈറ്റ് കാരണം പല്ല് നീങ്ങി പോയതാകാം, അല്ലെങ്കിൽ നമ്മളൊരു പല്ല് എടുത്തു പിന്നെ അവിടെ ഒരു പല്ല് വെച്ചില്ല, അപ്പൊ പല്ല് ഷിഫ്റ്റ് ആയിട്ട് ഗ്യാപ്പ് ഉണ്ടായതാവാം. അവിടുത്തെ മോണ ഇൻഫെക്റ്റഡ് ആയിട്ട് മോണ ചുരുങ്ങി താഴോട്ട് പോയി കഴിയുമ്പോഴും പല്ലിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ആവും. കാരണം പല്ല് ഇങ്ങനെയല്ല ഇരിക്കുന്നത്, അതിന്റെ ഇടയ്ക്കാണ് മോണ വന്നേക്കുന്നത്. അപ്പം അതിന് മോണരോഗമോ അതിന് ഇൻഫെക്ഷനോ വല്ലതും ഉണ്ടെങ്കിൽ മോണ ചുരുങ്ങി താഴോട്ട് ഇറങ്ങും. അങ്ങനെ താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ അവിടെ ഗ്യാപ്പ് വരും. സ്മോക്കേഴ്സ്, ഈ ഒത്തിരി സ്മോക്കിംഗ് ചെയ്യുന്നവർക്കും ഈ മോണ ചുരുങ്ങി താഴോട്ട് ഇറങ്ങും. കുറെ നാള് നല്ലായിട്ട് എല്ലാം ടൈറ്റ് കോണ്ടാക്ട് ആയിരുന്നു, ഗംസ് ഒക്കെ നല്ലായിട്ട് ഇരുന്നു, ഒരു സുപ്രഭാതത്തിൽ പിന്നെ ഈ സ്പേസിങ് വന്ന് വരുന്നത് ഒരു പെത്തോളജിക്കൽ റീസൺ, അതിനൊരു കാരണമുണ്ട്. അപ്പൊ അത് ട്രീറ്റ് ചെയ്താലേ ആ ഗ്യാപ്പ് പിന്നെ സോൾവ് ആവും.